ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളായിട്ട് നമ്മൾ കാത്തിരുന്ന എക്സാംസ് ഒക്കെ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1 എക്സാമും എക്സാമും ഗ്രേഡ് 2 എക്സാമുമാണ് ഇപ്പോൾ ഉടനെ തന്നെ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും ഒന്നുകൂടെ പറയാം, നമുക്ക് ഗ്രേഡ് 1 എക്സാം വരുന്നത് ജൂൺ 27 തീയതിയാണ്. പിന്നെ നമ്മുടെ LSED കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന എക്സാം ആണത് ജൂലൈ 8 തീയതിയാണ്. അതുപോലെ നമ്മുടെ ഗ്രേഡ് 2 എക്സാംസ് രണ്ടെണ്ണം ഉണ്ട്. അത് ഒരെണ്ണം വരുന്നത് 23 ജൂലൈ 23 ആൻഡ് ഹാർബറിൻ്റെ ഗ്രേഡ് 2 വരുന്നത് ജൂലൈ 30 അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ഒരു കൺസേൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗ്രേഡ് 1 എക്സാം ജൂൺ 27 അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ LSED വരുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യും എന്നുള്ളത് ഒരു കൺസേൺ ആണ്. അതുപോലെ എന്നോട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, എന്നോട് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്, നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം, എത്രത്തോളം കട്ട് ഓഫ് വരും, അതുപോലെ ഇനിയിപ്പം അധികം നാളുകളില്ലല്ലോ, അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അപ്പോൾ ഇതെല്ലാം കൂടെ ഷെയർ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ 3 സെഷൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ മാർക്കിൻ്റെ ഒരു ഡിസ്കഷൻ ആയിരിക്കും ചെയ്യുന്നത്. എത്രത്തോളം മാർക്കാണ് നമ്മൾ ഈ എക്സാംസിന് സ്കോർ ചെയ്യേണ്ടത്, കട്ട് ഓഫ് എത്രത്തോളം ആയിരിക്കും, ഇനി കട്ട് ഓഫിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ, മാർക്കിന് ഈ ഒരു പ്രസക്തി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ഒരു സെഷനിൽ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞത് ടോപ്പിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സാംസ് വളരെ ക്ലോസ് ആയിട്ട് വരുന്നതുകൊണ്ട് ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നുള്ളത് അത് അറിഞ്ഞിരിക്കണം. ഓൾസോ എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഉള്ള നാളുകളിൽ വളരെ കുറച്ചായിട്ടുള്ള ഷോർട്ട് പീരീഡിൽ ഇനി എങ്ങനെയായിരിക്കണം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ മാർക്സിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. സ്ഥിരമായിട്ട് എന്നോട് സ്റ്റുഡൻസ് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എത്രത്തോളമാണ് അല്ലെങ്കിൽ എത്ര മാർക്ക് വേണം നമുക്കൊരു ജോലി കിട്ടാൻ. അതൊരു ബേസിക് ആയിട്ട് എല്ലാ കാൻഡിഡേറ്റ്സിനും വരുന്നൊരു ഡൗട്ടാണ് അല്ലേ. അപ്പം നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവരവരുടെ ഒരു ആങ്സൈറ്റി കൊണ്ട് ചോദിക്കുന്നതായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു കട്ട് ഓഫ് ഞാനൊരു കട്ട് ഓഫിൻ്റെ മാർക്ക് പറഞ്ഞുതരാം. പക്ഷേ ഈ കട്ട് ഓഫ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്ത് നിങ്ങൾക്കറിയാം വളരെ ഈസി ആയിട്ടുള്ള പേപ്പർ ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ വളരെ ടഫായിട്ടുള്ള പേപ്പർ ആയിരിക്കും. ടഫ്നെസ് കൂടുമ്പോൾ ഒബ്വിയസ്ലി കട്ട് ഓഫ് താഴെയോ അല്ലേ, അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആണെന്ന് കരുതിയിട്ട് എപ്പോഴും കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടത്തില്ല. ബിക്കോസ് നിങ്ങൾ കഴിഞ്ഞ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഈസി ആണെങ്കിൽ പോലും പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഷിഫ്റ്റ് വന്നുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് താഴെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന് ഡിഫിക്കൽറ്റി മാത്രമല്ല, അതിൻ്റെ ഈ ഒരു പാറ്റേണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നും നാലും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഈ വേക്കൻസി എന്നുള്ളത്. വേക്കൻസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ LSED, PWD, ഇറിഗേഷൻ ആൻഡ് ഹാർബർ, ഇതിൽ LSEDക്കാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ കട്ട് ഓഫ് നല്ല താഴെയായിരിക്കും. അതേപോലെ ഹാർബറിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറച്ചുകൂടെ ഹയർ ആയിരിക്കും. കാരണം അത് ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടെ പാടാക്കും, കുറച്ച് വേക്കൻസീസേ ഉള്ളൂ. അപ്പോൾ വേക്കൻസീസിൻ്റെ കാര്യം നമുക്കറിയാം. പിന്നെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ കോമ്പറ്റീഷനാണ്. ഒരു ഗവൺമെൻറ് ജോബിന് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും എന്നാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷനാണ് അല്ലേ. നമുക്കറിയാം, അതൊരു ഡ്രീം ജോബാണ്. അപ്പം അത് പിന്നെ എപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്താലും ഈ കാര്യം പറയുന്നതാണ്, കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ്. കാരണം അതിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ഒരു ഗവൺമെൻറ് ജോബിലോട്ട് കയറണം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. അപ്പം കോമ്പറ്റീഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് നാലിലും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ആസ് എ ആസ്പിറന്റ് നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, നമ്മളല്ല വേക്കൻസീസ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മളല്ല കോമ്പറ്റീഷൻ, ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കൂടുതലായിട്ടും അതിനെപ്പറ്റി വറി ചെയ്യാതെ ഗിവൺ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം 100 ക്വസ്റ്റ്യൻസിൽ ഒരു 50 ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ നല്ലപോലെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ബാക്കിയുള്ളൊരു 40 അറ്റംപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒരു മാർക്കിനല്ല പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. നമുക്ക് ഈ മാർക്കിന് ലെസ് പ്രയോറിറ്റിയാണ്, റാങ്കിനാണ് കൂടുതൽ പ്രയോറിറ്റി എന്നുള്ളത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. കഴിഞ്ഞ എയുടെ എക്സാംസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, LSTD ആണെങ്കിൽ DWD ആണെങ്കിൽ ഏകദേശം ഒരു കട്ട് ഓഫ് റേഞ്ച് വന്നേക്കുന്നത് ഒരു 48 മുതൽ 52 റേഞ്ചാണ് കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്നത്. അതേപോലെ ഗ്രേഡ് 1 നോക്കുമ്പോൾ
84 to 86 മാർക്സ് ആണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. ഗ്രേഡ് 2 വരുമ്പോൾ ഒരു 70 മുതൽ 81 വരെ. എന്തുകൊണ്ടാണ് അത്രയും വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഹാർബറിനൊക്കെ ഭയങ്കര ഹൈ കട്ട് ഓഫ് 81 ആണ് വരുന്നത്. എന്നാൽ LSCDയിലൊക്കെ 70 ഉള്ളൂ, കാരണം ഒരുപാട് വേക്കൻസി ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, നമ്മൾ വിട്ട് താഴോട്ട് വരുമ്പോഴത്തേനും കട്ട് ഓഫ് ഭയങ്കര ഹൈ ആണ്. റീസൺ ബീങ് അതിൻ്റെ സ്റ്റാൻഡേർഡ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ കുറച്ചുകൂടി ഈസിയർ ആണ് അല്ലേ. നമുക്ക് അറിയാമല്ലോ, ഒരു BTech ലെവൽ അല്ലെങ്കിൽ പേപ്പർ കുറച്ചുകൂടി കൺസെപ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് കുറച്ചുകൂടി ടഫർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കട്ട് ഓഫ് നല്ലപോലെ താഴുന്നത്. നോ, ഈ ഒരു നമ്പർ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഇപ്പം ഞാൻ പറയുവാണ് യുടെ കട്ട് ഓഫ് 50 ആണെന്ന് വെച്ച്, ദാറ്റ് ഡസൻ മീൻ ദാറ്റ് 50 ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളത് ഭയങ്കര തെറ്റ്, ഭയങ്കര വലിയൊരു തെറ്റ് തന്നെയാണ്. 50 അല്ലെങ്കിൽ ആ കട്ട് ഓഫ് ക്രോസ് ചെയ്താൽ നിങ്ങൾ ലിസ്റ്റിൽ കയറും, പക്ഷെ ലിസ്റ്റിൽ കയറിയോണ്ട് നമുക്ക് ജോബ് കിട്ടത്തില്ല. അതാണ് റിയാലിറ്റി. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ കട്ട് ഓഫിനെക്കാട്ടിൽ വളരെ കൂടുതൽ മാർക്കാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ കട്ട് ഓഫിന് ഒരു പ്രസക്തി ഇല്ല. ഇനി എന്തിനാണ് നമ്മളിങ്ങനെ ഒരു കട്ട് ഓഫ് ഡിസ്കഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രേഡ് 1നും ഗ്രേഡ് 2നും ഒരു ഹയർ കട്ട് ഓഫ് വന്നതിൻ്റെ റീസൺ ക്വസ്റ്റ്യൻ്റെ ഡിഫറൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻ പാറ്റേണിലും ക്വസ്റ്റ്യൻ ഡിഫിക്കൽറ്റിനും വന്ന ഡിഫറൻസ് ആണ് ഈ ഒരു കട്ട് ഓഫിന് ഡിഫറൻസ് വരാൻ കാരണം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം. ഈ ഒരു കട്ട് ഓഫ് ഇങ്ങനെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അവിടെ വീണ്ടും ഞാൻ ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ മാർക്കല്ല, നമ്മുടെ റാങ്കാണ്. നമ്മൾ ടോപ്പ് റാങ്ക് കിട്ടാനാണ് പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ പണ്ട് യൂണിവേഴ്സിറ്റി പഠിക്കുക പോലെ 100 90 മുകളിൽ അല്ലെങ്കിൽ CGPAന് വേണ്ടിയിട്ടല്ല ഇവിടെ പഠിക്കുന്നത്. നമ്മൾ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഒരു ഗിവൺ എക്സാമിന് ബാക്കിയുള്ളവരെക്കാട്ടിൽ നല്ല ഉയർന്ന റാങ്കിലോട്ട് വരണമെങ്കിൽ നമ്മൾ മാർക്ക് സ്കോറിങ് എന്ന് പറയുന്നൊരു അപ്രോച്ച് തെറ്റാണ്. അങ്ങനെയല്ല, ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണോ കൈ കിട്ടിയിരിക്കുന്നത് ആ ഗിവൺ സിറ്റുവേഷനെ നല്ലപോലെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആ ഒരു അപ്രോച്ച് മാറ്റുക. എനിക്ക് 100ൽ ഇത്രയും മാർക്കിന് നമ്മളൊരു 60 മാർക്കിന് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്, അത് മാറ്റിയിട്ട് എനിക്ക് ടോപ്പ് 15 വരണം. അപ്പോൾ അത് മാനസികമായിട്ടുള്ളൊരു പ്രിപ്പറേഷനും കൂടെ അത് സഹായിക്കും. കാരണം നമ്മളൊരു കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഫസ്റ്റ് ആവണം എന്ന് പറയുന്ന ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ വേണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വീണ്ടും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയും, നിങ്ങൾ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ മാർക്കിന് വേണ്ടി പഠിക്കരുത്. നമ്മളൊരു ടോപ്പറാണ്, കേരളത്തിലെ ടോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങളുടെ നോളജ് ഇൻക്രീസ് ചെയ്യാവോ ഇൻക്രീസ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു സെഷൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ യുവർ റാങ്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് യുവർ മാർക്സ്. അതൊരിക്കലും നിങ്ങൾ മറക്കരുത്. കമ്മിങ് ടു ദാറ്റ്, ഈ എക്സാംസ് എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ ഇപ്പം വരുന്നത്. നമ്മളിപ്പം പറഞ്ഞു, ഇപ്പം ഗ്രേഡ് 1 കഴിഞ്ഞൊരു 10 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയും ഒരു 13 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഗ്രേഡ് 2 എക്സാം വരുവാണ്. അപ്പം ഈ എക്സാംസ് എല്ലാം ക്ലോസ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഏകദേശം ഈ എക്സാംസ് എല്ലാം എഴുതുന്ന ആൾക്കാർ സെയിം ആയിരിക്കും. അപ്പം അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു 90% ആൾക്കാരും റാങ്ക് ലിസ്റ്റിൽ സെയിം ആയതുകൊണ്ട് തന്നെ NJDസിൻ്റെ എണ്ണം കൂടും. കാരണം ഒരാൾക്ക് ഒരു ഡിപ്പാർട്ട്മെൻ്റ് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പം 4 ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റഡാണ്. പോട്ടെ, 6 പറ വിട്ടേക്കെങ്കിൽ LSDD, PWD, ഇറിഗേഷൻ 3 ഫേമസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഗ്രേഡ് 1 എക്സാംസ് ആണ് നടക്കുന്നത്. പിന്നെ LSDDയുടെ ആണ് നടക്കുന്നത്. പിന്നെ ഓൾറെഡി ഇപ്പം PWD ഇറിഗേഷന് ഗ്രേഡ് 2 വന്നിട്ടുണ്ട്. LSD ഗ്രേഡ് 2 ഈ നവംബറിൽ വരാനിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ടോപ്പ് 50 തന്നെ റാങ്ക് മേടിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. കാരണം ജോലി സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടാണത്. പക്ഷെ ഇങ്ങനെ ഒരു എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് കുറച്ച് താഴെ പോയാലും നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള കൂടുതൽ പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് ഈ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഈ പൊതുവെ അവർക്കും ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറാൻ പറ്റും. അപ്പോൾ അവരൊരു ഡിപ്പാർട്ട്മെന്റ് കയറിയാൽ തൊട്ട് അടുത്ത ആൾക്കാർക്ക് വേറെ ഡിപ്പാർട്ട്മെന്റിൽ കയറാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു സാധ്യത, ഇതൊരു പോസിറ്റീവ് കാര്യമാണ്. എക്സാംസ് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഉള്ള പോസിറ്റീവ് സൈഡാണ്. നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ടൈമിൽ, ഫോർ എക്സാമ്പിൾ ഈ 2 മാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്രിട്ടിക്കലാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊരു ട്രെൻഡ് വരണമെങ്കിൽ വീണ്ടും 2-2.5 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത്രയും എക്സാംസ് വീണ്ടും വരും. വേറെ എക്സാംസ് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത വർഷം മേ ബി PWD AEയുടെ അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ AEയുടെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് പോട്ടെ, പക്ഷേ ഇപ്പം ഗിവൺ സിറ്റുവേഷൻ ഇത്രയും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. ഇതുപോലൊരു ട്രെൻഡ് വരണമെങ്കിൽ വീണ്ടും ഒരു 2 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു വൺ ടൈം ഓപ്പർച്യൂണിറ്റി പോലെ ആയിപ്പോയി. അതൊരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടും പറയാം, ഒരു നെഗറ്റീവായിട്ടും പറയാം. പക്ഷെ അത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾ ഈ ഗിവൺ ഓപ്പർച്യൂണിറ്റീനെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. ഇങ്ങനെ എല്ലാവരും കൂടെ
എന്നുവെച്ചാൽ എല്ലാ എക്സാമും കൂടി ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഏകദേശം റാങ്ക് ലിസ്റ്റിൽ സിമിലർ ആയിട്ടുള്ള ആൾക്കാർ വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് കുറച്ച് താഴെ പോയാലും നിങ്ങൾക്ക് ജോബ് കിട്ടും. ഓൾസോ ഇതിനോടൊപ്പം ഒരു കാര്യം പറഞ്ഞു, ഈ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ അസോസിയേഷൻ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് അതിനകത്ത് പങ്കെടുക്കണം. അതായത് ഇപ്പോൾ ഒരാൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഉടനെ തന്നെ അയാളോട് ചോദിക്കും അടുത്ത ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ കയറുന്നതിൽ അയാളുടെ അടുത്ത് പോയിട്ട് NJD വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ സ്പീഡപ്പ് ആക്കണം. നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ അവരുടെ ലിസ്റ്റ് ഭയങ്കര സ്പീഡപ്പ് ആക്കി ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ അത് പിന്നെ ഈ റാങ്ക് ലിസ്റ്റ് എല്ലാം വന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. അപ്പോൾ ഈ ഒരു സെഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ എക്സാംസ് ഇത്രയും ഒരുമിച്ച് വരുന്നു, മാർക്സിന്റെ കാര്യം ഇത് പറഞ്ഞു നിർത്തിയിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ പറയുന്നത് നമുക്കിപ്പോൾ മനസ്സിലായി മാർക്ക് മാത്രമല്ല ഗിവൺ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യണം അല്ലേ. ഇപ്പോൾ ഈ 2 മാപ്പ് നമുക്ക് പല എക്സാംസും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് അടുത്തൊരു വലിയ ക്വസ്റ്റ്യൻ. അതായത് നിങ്ങളെല്ലാവരും ഇതിൻ്റെ സിലബസ് കണ്ടു കാണും. അപ്പോൾ സിലബസ് കാണാത്തവർക്ക് ഈ PDF നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രേഡ് 2 എക്സാംസ് കുറച്ച് ഓഫ്സെറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടൈമുണ്ട് അതിനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് വലിയ സീനില്ല. അപ്പം നമ്മൾ എയ്ക്കോ ഗ്രേഡ് 1 പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി ഗ്രേഡ് 2 ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗ്രേഡ് 2 പറ്റി വലിയ ടെൻഷൻ ഒന്നും ഇല്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1ഉം എയും ഏകദേശം നിങ്ങളുടെ ഡേറ്റ്സിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് 8-10 ദിവസം ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് കയറും. നമുക്ക് എന്തായാലും 10 ദിവസം കൊണ്ട് ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് അന്ന് റിവൈസ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ അന്ന് പഠിക്കുന്ന കാര്യം നിങ്ങൾ വിട്ടേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളൊരു ലോങ് ടേം പണ്ട് തൊട്ട് ഒരു 8-10 മാസം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് രണ്ടും ഒരുമിച്ച് തന്നെ പഠിക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഗ്രേഡ് 1ന്റെ സിലബസ് നോക്കുമ്പോൾ ഏകദേശം എയ്ക്കുള്ള എല്ലാ ടോപ്പിക്സും ഗ്രേഡ് 1നും ഉണ്ട്. ഓൺലി തിങ് പാറ്റേൺ വേറെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്വസ്റ്റ്യൻ ഡിഫിക്കൽറ്റിയും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഡിഫറൻ്റ് ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇപ്പം പഠിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ 2-3 മാസമായിട്ട് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഒരിക്കലും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ നടക്കത്തില്ല. നോൺ പ്രാക്ടിക്കലൈസ്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഒരു ഫോക്കസ് ചെയ്ത് പറയുവാണെങ്കിൽ ഗ്രേഡ് 1 എക്സാമിന് നമ്മൾ BMC സർവേ നിങ്ങൾക്കറിയാം 20-40 മാർക്കാണ് BMC സർവേന്ന് വരുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് ഓൺ സബ്ജക്ട്സ് ഉണ്ട്, ജിയോ ടെക്നിക്കലും എൻവയോൺമെൻറ്റും എസ്റ്റിമേഷനും 10-10-10. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 40+30 70 മാർക്ക് ഈ 5 സബ്ജക്റ്റിൽ തന്നെ ഉണ്ട്. ഓക്കെ, BMC സർവേ, ജിയോ ടെക്നിക്കൽ, എൻവയോൺമെൻറ്റ്, എസ്റ്റിമേറ്റ് 70 മാർക്കായി. പിന്നുള്ള വീണ്ടും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ഇറിഗേഷൻ അതുകൊണ്ട് കൂട്ടുമ്പോൾ തന്നെ 90 മാർക്കായി. പിന്നുള്ളത് ഈ സ്ട്രക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് നമ്മൾ ഫോളോ ചെയ്യുന്ന റൂളുണ്ട്. യൂഷ്വലി അതിനെ പറയുന്നത് 80-20 റൂൾ എന്നാണ്. ഈ 80-20 റൂൾ എന്ന് പറഞ്ഞാൽ 80% ഓഫ് ടോപ്പിക്സിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നോളജ് കാണും, നല്ല ഡീപ്പ് നോളജ് കാണും. 20% ഓഫ് ദി ടോപ്പിക്സിന് ഒരു പെരിഫറൽ നോളജ് മതി. ഇപ്പോൾ ഗ്രേഡ് 1ന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 90-10 ആണ്. കാരണം ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ 90 മാർക്ക് ഇപ്പോൾ സ്ട്രക്ചർ സബ്ജക്ട്സ് ഒഴിച്ചാൽ ബാക്കി സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഭയങ്കര ഡീപ്പ് വേണ്ടെങ്കിലും ഒരു പെരിഫറൽ നോളജ് എല്ലാത്തിലും വേണം. അതായത് കാരണം തിയററ്റിക്കലാണ് എക്സാം. കഴിഞ്ഞ കട്ട് ഓഫ് നിങ്ങൾ കണ്ടു, ഭയങ്കര ഹൈ കട്ട് ഓഫാണ്. ഇപ്പം അടുത്ത വട്ടം ഇത്രയും കഴിഞ്ഞ വട്ടം ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഈസി ആയിരുന്നു, ഭയങ്കര ഡയറക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അത്രയും ഹൈ കട്ട് ഓഫ് വന്നത്. ഇപ്പം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ട്രെൻഡ് മാറി, സ്റ്റേറ്റ്മെന്റ് ലെവൽ വന്നു. അപ്പോൾ അത്രയും കട്ട് ഓഫിലോട്ട് പോത്തില്ലെങ്കിൽ പോലും ഒബ്വിയസ്ലി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേഡ് 1 എക്സാം കുറച്ചുകൂടെ ഡയറക്റ്റും തിയററ്റിക്കലായിരിക്കും. ന്യൂമറിക്കലിൻ്റെ നമ്പർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തിയററ്റിക്കൽ സബ്ജക്ട്സ് പഠിക്കാൻ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്രേഡ് 1 എക്സാംസാണ്. കാരണം അത്യാവശ്യം നോട്ട് നല്ലപോലെ വായിക്കുന്നവർക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ഡിസൈൻ കൺസെപ്റ്റ്സോ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ലെവൽ ക്വസ്റ്റിനോ ഒന്നും തന്നെ ഗ്രേഡ് 1ന് ചോദിക്കത്തില്ല. കാരണം ബേസിക്കലി ഡിപ്ലോമ ലെവൽ എക്സാം അല്ലെ, ഗ്രേഡ് 1 പറഞ്ഞാൽ ഡിപ്ലോമ ലെവൽ എക്സാം ആണ്. അപ്പോൾ ഡിപ്ലോമയും അതിന് ഹയർ ആയിട്ടുള്ളവരാണ് അത് എഴുതുന്നത്. അപ്പോൾ ഒരിക്കലും ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ജെയ്ക്ക് അല്ലെങ്കിൽ ഈ ഗ്രേഡ് 1ന് ചോദിക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് എയിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് RCC ഡിസൈൻ സബ്ജക്ട്സ് ആണ്. നമ്മൾ RCC തീരെ നമ്മുടെ ഈ ഒരു ഗ്രേഡ് 1 ഇൻക്ലൂഡഡ് അല്ല സിലബസ്. നിങ്ങൾക്ക് ബേസിക്കലി വേണമെങ്കിൽ കുറച്ച് കോഡൽ പ്രൊവിഷൻസ് ഒക്കെ പഠിക്കണം. എന്നാലും
എയ്ക്ക് നിങ്ങൾക്കറിയാം ഡിസൈനിന് വേണ്ടിയിട്ട് 20 മാർക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. യൂഷ്വൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ RCC 14 മുതൽ 16 മാർക്കും RCC ആയിരിക്കും. ബാക്കി 4 മാർക്കായിരിക്കും, അല്ലെങ്കിൽ 4 5 മാർക്കായിരിക്കും സ്റ്റീലിൽ വരുന്നത്. അപ്പം ദാറ്റ് ഈസ് എ ബിഗസ്റ്റ് ഡിഫറൻസ്. എയ്ക്ക് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ RCC ഒരു വലിയ ഒരു പാത്താണ്. എന്നാൽ അത് കഴിഞ്ഞ് പറയുന്ന സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ജിയോ ടെക്നിക്കൽ, എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്, DMC, സർവേ, എസ്റ്റിമേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇത് കോപ്പി പേസ്റ്റ് ആണ്. ഇത് തന്നെയാണ് നമ്മുടെ ഗ്രേഡ് 1 പഠിക്കുന്നത്. പക്ഷെ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ഞാൻ എപ്പോഴും ജിയോ ടെക്നിക്കൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന പല കൺസെപ്റ്റ്സ് ഭയങ്കര ഹൈ ലെവൽ കൺസെപ്റ്റ് ആണ് VL. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഗ്രേഡ് 1 ചോദിക്കാൻ പറ്റത്തില്ല. മാക്സിമം പോയ ഡെഫിനേഷൻസും വളരെ പെരിഫറൽ നോളജ് ആണ് ഗ്രേഡ് 1. അപ്പോൾ സബ്ജക്റ്റ് സെയിം ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന രീതി ഭയങ്കര ഡിഫറൻറ്റാണ്. ഇവിടാണ് ഞാൻ ഈ പുതിയതായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും ഈ രണ്ടും ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഈ നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞത് നമ്മൾ പ്രാക്ടിക്കൽ ആവണ്ടേ. വി ഹാവ് ടു ബി പ്രാക്ടിക്കൽ. കാരണം ജിയോ ടെക്നിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് നമ്മൾ എത്രത്തോളം ഡിസൈനിൽ എത്രത്തോളം കൺസെപ്റ്റിലായിട്ടാണ് ഗ്രേഡ് ലെവലിൽ നമ്മൾ പഠിപ്പിക്കുന്നത്, അത്രയും തീരെ തന്നെ നമ്മൾ ഗ്രേഡ് 1 വളരെ എന്താ പറയുക തിയറട്ടിക്കലായിട്ടാണ് പഠിക്കുന്നത്. ഒരിക്കലും ഡിസൈൻ നമുക്ക് നമ്മുടെ ഗ്രേഡ് 1 പഠിക്കാനില്ല. അപ്പം ഈ ഒരു വലിയ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ടാണ് ലോങ് ടേമിൽ പഠിക്കുന്ന ഒരാൾക്ക് മേ ബി അവർ പണ്ട് തൊട്ടേ പഠിക്കുന്നുണ്ട്, അവർക്ക് ഇത് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതേസമയം ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ ന്യൂമറിക്കലിൽ ഭയങ്കര എക്സ്പേർട്ടാണ്, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ലെവൽ എക്സാംസ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ LSD ആണ് വരുന്നത്. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് LSD ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ നോക്കാം. പക്ഷേ എപ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. എയിലോട്ട് ഞാൻ ഗ്രേഡ് 1 റൂള് പറഞ്ഞത് 90-10 ആണെങ്കിൽ എയ്ക്ക് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഒരു 75-25 ആണ്. ഏകദേശം ഒരു 75 മാർക്സിൽ ഇപ്പം ഞാൻ എടുത്തു പറയുവാണെങ്കിൽ RCC, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്, ഇത് മൂന്നിലും നല്ല നോളജ് വേണം. ഇപ്പം നല്ല നോളജ് എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള നോളജ് വേണം. ഞാൻ ഗ്രേഡ് 1 പറഞ്ഞ പോലെ അല്ല, തിയറി മാത്രം പഠിച്ചപ്പോൾ ന്യൂമറിക്കൽസ് വർക്കൗട്ട് ചെയ്യണം, കൺസെപ്റ്റ്, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, നല്ല കുറച്ചുകൂടെ ഗേറ്റ് 1 മാർക്ക് ലെവൽ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ESCയുടെ പ്രിലിംസ്, ഇതൊക്കെ നമ്മൾ എയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കണം, മസ്റ്റാ. അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം സബ്ജക്ട്സ് സെയിം ആണെങ്കിൽ ഇങ്ങനെ ഒരു കോർ ലെവലിലോട്ട് നമ്മൾ മാറുന്നു. ആൻഡ് ഇവർ രണ്ടിനും കോമൺ ആയിട്ട്, ഇപ്പം നമ്മളിപ്പോൾ കോർ സബ്ജക്റ്റിനെ പറ്റിയാണ് പറഞ്ഞത്, കോമൺ ആയിട്ട് വരുന്ന വിഷയങ്ങളാണ് DMC, സർവേ. അതിപ്പോൾ ഈ എക്സാം ഏതെടുത്താലും ഗ്രേഡ് 2 ഉൾപ്പെടെ അത് പഠിച്ചേ പറ്റൂ അല്ലേ. അപ്പോൾ ആദ്യം നല്ല വൃത്തിയാണ്. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ ന്യൂമറിക്കൽ ഒന്നും ഇല്ലല്ലോ, സർവേയിലുണ്ട്. സർവേയിലും ഈ പറഞ്ഞ ന്യൂമറിക്കൽ ഗ്രേഡ് 1 വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കലായിരിക്കും. ഫോർ എക്സാമ്പിൾ 4 ബെയറിങ്ങോ ബാക്ക് കെയറിങ്ങോ അല്ലെങ്കിൽ ഹോൾ സർക്കിൾ ബെയറിംഗ് റെഡ്യൂസ് ബെയറിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതോ അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റൻസ് ആയിരിക്കും. പക്ഷേ എയിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ട്രവേഴ്സിങ് ചിലപ്പോൾ കുറ്റം വരാം, അല്ലെ ലോക്കൽ അട്രാക്ഷൻ -ന്ന് കുറ്റം വരാം. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ഡെപ്തിലുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും തരും. അപ്പോൾ അവിടെയും ആ സ്റ്റാൻഡേർഡിൻ്റെ ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. DMC പിന്നെ കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ സബ്ജക്റ്റ് ആണ്. പക്ഷെ DMCയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്ക് അറിയും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് അടുത്ത ഒരു പോയിന്റിലോട്ട് ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മുടെ കയ്യിൽ നോട്ട്സ് കാണുമല്ലേ. അപ്പോൾ പണ്ടത്തെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ഉത്തരം എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്ക്. ഇപ്പം അങ്ങനെ അല്ല. ഒരു ടോപ്പിക് അവർ സെലക്ട് ചെയ്യും, അതിനൊരു 4 സ്റ്റേറ്റ്മെന്റ് അവർ എഴുതി വെക്കും. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്. അപ്പോൾ ഡയറക്റ്റ്ലി ഒരു 1 വേർഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ടെസ്റ്റ്. ഇപ്പം നിലവിൽ എല്ലാ എക്സാംസിനും, അത് നമ്മുടെ എക്സാം മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ ജനറൽ PSC ആണെങ്കിലും നീറ്റ് എക്സാം ആണെങ്കിലും IITJ എല്ലാ എക്സാംസിനും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റിനാണ് കൺസെപ്ച്വൽ നോളജ് ഉള്ളത്. അവരത് കാണാതെ പഠിക്കാതെ സബ്ജക്റ്റ് അറിഞ്ഞ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ എഴുതുന്നത്. അപ്പോൾ ഇനിയും തൊട്ട് അങ്ങോട്ട് എന്തായാലും അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കയറി. അപ്പം ചിലപ്പോൾ BMCയിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് നമ്മൾ നല്ലപോലെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മുടെ നോട്ട്സിന് വലിയ പ്രാധാന്യമുണ്ട്. നല്ലപോലെ നോട്ട്സ് വായിച്ച് പഠിക്കണം. ഒരിക്കലും ഇതിൻ്റെ ശതമാനം ഇത്രയാണ് 15%, 20% അങ്ങനെ മാത്രം പഠിക്കാതെ എന്തുകൊണ്ട് അത് വന്നു, അതിനകത്ത് എന്തെങ്കിലും ഒരു നമ്മളെപ്പോഴും പറയുമല്ലോ, പ്രപ്പോസൽ, ഡയറക്ട്ലി പ്രപ്പോസൽ, ഇൻവേഴ്സ്ലി പ്രപ്പോസൽ, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ഒരു ഫാക്ടർ കൂടിയാൽ ഈ അടുത്ത ഫാക്ടർ കുറയുമോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനിങ് നിങ്ങൾ തന്നെ ചെയ്യണം.
അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലോട്ടാണ് ഞാൻ നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ എൻ്റെ 2 കാര്യങ്ങളാണ് എനിക്ക് സമ്മറൈസ് ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സാമിനെ ഫേസ് ചെയ്യുമ്പോൾ ഐദർ ഫോളോ എ 90-10 റൂൾ ഓർ എ 75-25 റൂൾ. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗ്രേഡ് 1 എക്സാം പോലെ സിമ്പിൾ ആയിട്ടുള്ള എക്സാംസിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഡീറ്റെയിൽ ഇൻ ദ സെൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. എന്നാൽ പോലെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സാംസ് ചെയ്യുമ്പോൾ ചില കോർ സബ്ജക്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ബാക്കി സബ്ജക്ട്സ് പെരിഫറൽ നോളജ് മതി. അതാണ് ആ 2 എക്സാംസും തമ്മിലുള്ള വ്യത്യാസം. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. വിച്ച് ഡ്രിങ്സ് അസ് ടു ദ തേർഡ് സെഷൻ. ഇനി ഇപ്പോൾ ഉള്ള ദിവസങ്ങളിൽ എന്തൊക്കെ നെസസറി സ്റ്റെപ്സ് വേണമെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഡയറക്റ്റ് ആയിട്ട് പഠിക്കരുത്. ഈവൻ BMC പോലും ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനകത്തുള്ള ഡിസ്ക്രിപ്റ്റീവ് നോളജ് വേണം. അതായത് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തിയറി നോട്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വേണം, നോട്ട്സ് വേണം. നോട്ട്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഇതിൻ്റെ ആൻസർ ഇതാണ് എന്ന് പറയുന്ന നോട്ട്സ് അല്ല നമുക്ക് വേണ്ടത്. അത് ഭയങ്കരമായിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. കാരണം അങ്ങനെ പഠിക്കുന്നവർക്ക് ഒരിക്കലും ഇനി അങ്ങോട്ടുള്ള എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. 2-3 ദിവസം മുമ്പാണ് നീറ്റിൻ്റെ എക്സാം ഉള്ളത്. ഈ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് നീറ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ അതിൽ പോലും നമ്മുടെ +1 +2 സ്റ്റുഡൻസിന് പോലും ഇപ്പം നിലവിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ, നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള എല്ലാ എക്സാംസിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ പിടിച്ചിരിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടഫ് ആവുന്നില്ല, ടോപ്പിക് അല്ല ടഫ് ആവുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് മാറുന്നത്. പണ്ട് ടിമ്പറിന്റെ വാല്യൂ എന്താണ് എന്ന് ചോദിക്കുന്നതിനെ പറയാം, ഇപ്പം ചോദിക്കുന്നത് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയാണോ തെറ്റാണോ നമ്മൾ ചോദിക്കുമ്പോൾ ആ ടോപ്പിക്ക് നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അതേ നിങ്ങൾ പഠിക്കുന്ന കാര്യം മനസ്സിലാക്കി പഠിക്കുക. വെറുതെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാതെ അതിനെ അനലൈസ് ചെയ്ത് ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ഒരു ഫാക്കൽറ്റി ഒരു കാര്യം പറയുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുക. അതിനൊരു ടെക്നിക്കുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തല്ലേ, നെക്സ്റ്റ് റൗണ്ടാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട്. അതിപ്പോൾ നിങ്ങൾ ഗ്രേഡ് 1 ആണെങ്കിലും ഗ്രേഡ് 2 ആണെങ്കിലും ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയും. എന്തിനാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പലരും പല രീതിയിലാണ് പഠിക്കുന്നത്. ചിലർ നമ്മുടെ വീഡിയോ സെഷൻസ് കണ്ട് പഠിക്കും, ചിലർ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നവരുണ്ട്, ചിലർ സെൽഫ് സ്റ്റഡി PDF നോട്ടുകൾ വായിച്ച് പഠിക്കുന്നുണ്ട്. പല രീതിയുണ്ട്. നിങ്ങൾ എങ്ങനെ പഠിച്ചാലേ ഈ ഫസ്റ്റ് റൗണ്ട് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ കേട്ടിരിക്കും. നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ എന്താണ്, നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അത് കാണുന്നു, അത്രയോ നമ്മുടെ മൈൻഡ് അവിടെ പ്രോസസ്സ് ആവുന്നില്ല. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പഠിച്ചൊരു കാര്യത്തിന് മൈൻഡ് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം വായിക്കുന്നതും അനലൈസ് ചെയ്യുന്നതും രണ്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാനിപ്പോൾ പറയാം. പല സ്റ്റുഡൻസും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടിരുന്ന് പഠിക്കും. പക്ഷെ അവർ സയൻറ്റിഫിക്കലി ആയിട്ടല്ല പഠിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്നത്, നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ എന്തൊക്കെ മാർഗമുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ മതി തന്നെ, MCQ ബുക്കോ നോട്ട് സീരീസോ വർക്കൗട്ട് സെക്കൻഡ്സോ, എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യൂ. എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇന്ന ബുക്കോ അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കുക, ചെയ്യാമെന്നുള്ളതാണ്. ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ചുകൂടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസും ചെയ്യണം. ഗ്രേഡ് 1 പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം വർക്കൗട്ട് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് തന്നെത്താനെ നമ്മൾ പോലും അറിയാതെ ക്വസ്റ്റ്യൻസിനെ പ്രോസസ്സ് ചെയ്ത് തുടങ്ങും. അപ്പോഴാണ് നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ലേണിംഗ് കംപ്ലീറ്റ് ആകുന്നത്. ഈ 2 റൗണ്ട് ചെയ്താലും അവസാനത്തെ ലാസ്റ്റ് റൗണ്ട് റിവിഷനാണ്. അതും കൂടെ കംപ്ലീറ്റ് ചെയ്താലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടോപ്പ് റാങ്കിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഐഡിയലി നമ്മൾ എപ്പോഴും എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നത് ലാസ്റ്റ് 1 മന്ത് റിവൈസ് ചെയ്യണമെന്നോ. പക്ഷേ ഇപ്പോൾ ഗിവൺ സിറ്റുവേഷനിൽ നമുക്കൊരു 1 മന്ത് റിവൈസ് ചെയ്യാനില്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ റിവിഷന് വേണ്ടി മാറ്റി വെച്ചേ. ഓൾസോ ഏത് എക്സാം ആണോ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് അതിനൊരു 1 വീക്ക് ബിഫോർ തന്നെ എല്ലാ സ്റ്റഡീസും കംപ്ലീറ്റ് ചെയ്ത് ഒരു ആഴ്ച 1 വീക്ക് ഓൺലി ഫോർ റിവിഷൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത്രയും നാളായിട്ടും നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് നിങ്ങൾക്ക് റിസൾട്ടായിട്ട് കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ടൊന്നും ആർക്കും അറിയണ്ട. ഫൈനലി എല്ലാവരും നോക്കുന്നത് നമ്മുടെ റിസൾട്ടാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടെന്നൊന്നും ആർക്കും അത് അറിയണ്ട. നമ്മൾ ഇമോഷണലായിട്ട് കാര്യമില്ല. കാര്യങ്ങളെ ലോജിക്കായിട്ട് കാണുക. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ളത് നമ്മുടെ പേഴ്സണൽ തിങ്ങാണ്. അത് വേറൊരാളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യും. അതെന്തിനാണ് പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഹാർഡ് വർക്ക് ചെയ്തത്. എന്തിനാ അങ്ങനെ ഒരു ഇമോഷൻ? നമ്മൾ ഫൈനലി എന്തിനാ, നമുക്കൊരു ഡ്രീം
സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ വെറുതെ അയ്യോ ഞാൻ ഇത്രയും നാളും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ചെയ്തത് ഒന്നും വേറെ ആൾക്കാരോട് ഇത് പറയണ്ട. കാരണം വേറെ ആൾക്കാർ അത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്. ഫൈനലി അവർക്ക് അറിയേണ്ടത് എന്തുവാ, റിസൾട്ട് ഉണ്ടോ. അപ്പോൾ ഫൈനലി നമുക്കും അതല്ലേ വേണ്ടേ. നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ എത്ര വർക്ക് ചെയ്താൽ ഈ പറയുന്ന ഒരു റിസൾട്ട് വേണം അല്ലേ, നമ്മുടെ ഡ്രീം ജോബിലോട്ട് എത്തണം. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വെറുതെ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി സയൻറ്റിഫിക് ആയിട്ട് ആണോ നിങ്ങൾ പഠിക്കുന്നതോ ഒന്നും കൂടെ സെൽഫ് അനലൈസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടല്ലോ, അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ അതുപോലെ തന്നെ ആയിരുന്നോ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് ഒരു റെട്രോസ്പെക്റ്റീവ് പോലെ, ഒരു സെൽഫ് അനാലിസിസ് പോലെ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പോലെ നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ അമേസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ ഓൾറെഡി കോഴ്സ് എടുത്തവരാണെങ്കിലും അല്ലെങ്കിൽ വേറെ പല അക്കാഡമീസിനും പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രീമിയം കോഴ്സ് ഈ വാലിഡിറ്റി കുറച്ചിട്ട് ഒരു 1 or 2 month വാലിഡിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സീസ് കുറവാണ്. ഒരു 1-2 മാസത്തേക്ക് വേണ്ടിയിട്ട് ഈ ഫുൾ പാക്കേജ് നിങ്ങൾക്ക് തരുവാണ്. അപ്പോൾ ആ പാക്കേജിനകത്ത് ഫുൾ തിയറി ഉണ്ട്, 1, 2 വർക്കൗട്ട് സെഷൻസും ഉണ്ട്, എല്ലാം അതിനകത്തുണ്ട്. ഈവൻ സ്റ്റഡി പ്ലാൻ പോലും ഉണ്ട്. അപ്പം നിങ്ങൾ ഈവൻ ഓൾറെഡി പഠിച്ചൊരാളാണെങ്കിൽ പോലും അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ പോലും ഒരുപാട് കോണ്ടന്റ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഇനി അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ ഉണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓൾസോ ഞാൻ ഇതിന് മുന്നേ കുറച്ച് വെബിനാർസ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഒരുപാട് പേര് നമ്മളോട് കോച്ചിങ് ഇതിൽ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നോട്ട്സ് എല്ലാം വെൽ സെറ്റാണ്. 3 വോളിയം ആയിട്ടുള്ള കംപ്ലീറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് നോട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഓൺലൈനിൽ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണ്. നമ്മൾ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ ഒരു 20 കോമ്പോസ് ബാക്കിയുണ്ട്. അപ്പോൾ അതിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ തന്നേക്കാം. നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർ വിളിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്താൽ നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം ഒന്നും കൂടി ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാം. നിങ്ങൾ ഇത്രയും നാളും ചെയ്തത് കറക്റ്റ് ആയിരുന്നോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പം നിങ്ങളുടെ ആ ഒരു അപ്രോച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാറ്റിയെടുത്ത് ഈ വരുന്ന കുറച്ച് നാളും കൂടി കൊണ്ട്, പക്ഷെ അത് നല്ലപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ലപോലെ ചെയ്യാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലിൻ്റെ തൊട്ട് മുകളിൽ വരെ ചെയ്യും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ എല്ലാം ഡെസ്റ്റിനിയാണ് അല്ലേ. അപ്പം പക്ഷെ നമ്മൾ ഹാപ്പി ആയിരിക്കും അൾട്ടിമേറ്റ്ലി. ഓക്കെ, ഫൈനലി ഇതെല്ലാം കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വരണം. പിന്നെ വേറെ ആരും പറയുന്നത് നമുക്ക് നോക്കണം. അപ്പം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വരുന്നവരെ നല്ലപോലെ വർക്ക് ചെയ്യുക. ഇത്രയുമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസോ കൺസേൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. സോ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ്. താങ്ക് യു. Amaze Academy. Call 8281741894.